കഴിഞ്ഞ ദിവസം 300 ഗ്രാമങ്ങളിലുള്ളവരോട് ലബനനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ. ഇപ്പോഴിതാ ഇസ്രായേൽ അവിടെ കനത്ത വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലിറ്റാനി നദിക്കപ്പുറം ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണം വ്യാപിക്കുന്നതിനിടെ വ്യാഴാഴ്ച ലബനനിലെ 4ാമത്തെ വലിയ നഗരമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മരിച്ചവരിൽ 5 സ്ത്രീകളും കുട്ടികളും ഒരു ലബനൻ സൈനികനും ഉൾപ്പെടുന്നു. ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന വാർത്താ ഏജൻസിയും അറിയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ലബനനിൽ ലിറ്റാനി നദി വരെയുള്ള പ്രദേശം IDF പിടിച്ചെടുത്തതിന് ശേഷം ഹിസ്ബുള്ളയെ തകർക്കാൻ അവർ കൂടുതൽ മുന്നോട്ട് പോയി. ലബനനിൽ ഇസ്രായേലിനെതിരെ സൈനിക ആക്രമണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചതിനു ശേഷം ആക്രമണങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും വർദ്ധിച്ചു. ലബനനിൽ പ്രവേശിച്ച ഇസ്രായേലി സേനയ്ക്കെതിരെ ഹിസ്ബുള്ള ഫൈറ്റർ ഓപ്റ്റിക് ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ലബനനിലും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ച US തലസ്ഥാനത്ത് അവരുടെ ആദ്യ സുരക്ഷാ ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ ആക്രമണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യാഴാഴ്ച ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തീരദേശ നഗരമായ ടയറിലും പരിസരത്തുമുള്ള 8 കെട്ടിടങ്ങളിലെ താമസക്കാർ ഒഴിഞ്ഞു പോകാൻ ഒരു ഇസ്രായേലി സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിരവധി പേർ പ്രദേശം വിട്ട് ഓടി. ഡിഡോൺ നഗരത്തിന് വടക്കു ഭാഗത്ത് ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിന് 5 പേർ കൊല്ലപ്പെടുകയും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി കുട്ടികൾ ഉൾപ്പെടെ 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഇറാന്റെ അറബിക് TVയുടെ വക്താവ് ഹൊസൈൻ സെയ്ദാനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തീരദേശ പട്ടണമായിട്ടുള്ള അറ്റ്ലോണിൽ കാറിൽ രക്ഷപ്പെടുകയായിരുന്ന ഒരു കുടുംബത്തെ ഇസ്രായേലി ഡ്രോൺ ആക്രമിച്ചു. അവരിൽ 6 പേരും കൊല്ലപ്പെട്ടു. 4 കുട്ടികളും ഒരു അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലബനനിലെ ലിറ്റാനി നദിയിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.